മുംബൈ ഇന്ത്യൻസിന് 5 കപ്പ് നേടിക്കൊടുത്തത് രോഹിത് ശർമ്മയാണ്. മുംബൈയുടെ എല്ലാമായിരുന്നു രോഹിത് ശർമ്മ. മുംബൈ എന്ന ടീമിന്റെ വളർച്ചയിൽ രോഹിത് ശർമ്മയ്ക്ക് വലിയൊരു പങ്കുണ്ട്. IPL കണ്ട ഏറ്റവും മികച്ചൊരു ക്യാപ്റ്റനായിരുന്നു രോഹിത് ശർമ്മ. എന്നാൽ ഇന്നലെ അപ്രതീക്ഷിതമായിട്ടാണ് മുംബൈ ഇന്ത്യൻസ് രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവാക്കിയത്. ഹാർദിക് പാണ്ഡ്യയെ ക്യാപ്റ്റനായിട്ട് മുംബൈ ഇന്ത്യൻസ് പ്രഖ്യാപിച്ചു. ഇനി IPL 2024 പാണ്ഡ്യയായിരിക്കും മുംബൈ നയിക്കുന്നത്. ഇപ്പോഴത്തെ ക്യാപ്റ്റൻസി മാറ്റത്തെക്കുറിച്ച് രോഹിത് ശർമ്മ തുറന്നു പറഞ്ഞിരിക്കുകയാണ്. രോഹിത് പറഞ്ഞ കാര്യമാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. മുംബൈ ആരാധകർ വിഷമത്തിലാണ്. അവരുടെ ക്യാപ്റ്റൻ പടിയിറങ്ങി. ഇന്ന് രോഹിത് ശർമ്മയെ മുംബൈ ഇന്ത്യൻസ് ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവാക്കിയ ശേഷം രോഹിത് പറഞ്ഞത് ഇങ്ങനെയായിരുന്നു: ഇത്രയും കാലം മുംബൈയുടെ ക്യാപ്റ്റൻ അത് ഞാനായിരുന്നു. ഞാൻ എൻ്റെ കഴിവിൻ്റെ പരമാവധി മുംബൈക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ട്. 5 കിരീടങ്ങൾ ഞാൻ അവർക്ക് വേണ്ടി നേടിക്കൊടുത്തു. ഇപ്പോൾ ഞാൻ മുംബൈയുടെ ക്യാപ്റ്റൻസിൽ നിന്ന് പടിയിറങ്ങുകയാണ്. മാനേജ്മെന്റ് പറയുന്നത് എനിക്ക് അനുസരിക്കാൻ സാധിക്കൂ. അവർ പാണ്ഡ്യയെ ക്യാപ്റ്റനാക്കി. മുംബൈ ടീമിൽ തലമുറ മാറ്റം വരാൻ അവർ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ഞാൻ ഒഴിഞ്ഞു മാറി. എനിക്ക് ഒരുപാട് നല്ല ഓർമ്മകൾ മുംബൈ ടീമിലുണ്ട്. ഇനി ഞാനൊരു ക്യാപ്റ്റനല്ല, മറിച്ച് നല്ലൊരു ബാറ്റ്സ്മാനായിട്ട് മുംബൈ ടീമിൽ തുടരും. യുവ താരങ്ങൾക്ക് വേണ്ടി ഞാൻ വഴിമാറിക്കൊടുക്കുകയാണ്. പാണ്ഡ്യ മികച്ചൊരു ക്യാപ്റ്റനാണ്. അവനെ മുംബൈ ടീമിനെ നയിക്കാൻ സാധിക്കും. പക്ഷേ ക്യാപ്റ്റൻസിൽ നിന്ന് മാറിയപ്പോൾ എനിക്ക് ഒരുപാട് സങ്കടമുണ്ട്. എങ്കിലും എൻ്റെ സമയമായി. അതുകൊണ്ട് ഞാൻ ക്യാപ്റ്റൻസിൽ നിന്ന് പിന്മാറുകയാണ്. ഇനിയും മുംബൈ ഇന്ത്യൻസിൽ മികച്ച കളി കാഴ്ചവെക്കണം. ഒരു ബാറ്റ്സ്മാനായിട്ട് ഞാൻ എപ്പോഴും മുംബൈ ടീമിൽ ഉണ്ടാകുമെന്ന് രോഹിത് ശർമ്മ വ്യക്തമാക്കി. മുംബൈ ആരാധകർ നിരാശയിലാണ്. അവരുടെ എക്കാലത്തെയും സൂപ്പർ ക്യാപ്റ്റനായിരുന്നു രോഹിത് ശർമ്മ. ഇങ്ങനെ പെട്ടെന്ന് രോഹിതിനെ ഒഴിവാക്കുമെന്ന് ആരും തന്നെ കരുതിയില്ല. പാണ്ഡ്യയാണെങ്കിൽ അഹങ്കാരിയാണ്. ഒരുപാട് ആരാധകർക്ക് പാണ്ഡ്യയെ മുംബൈയുടെ ക്യാപ്റ്റനാക്കുന്നത് ഇഷ്ടമല്ല. പക്ഷേ മുംബൈ ഇന്ത്യൻസിന്റെ ഭാവി കണക്കിലെടുത്താണ് പാണ്ഡ്യയെ അവർ ക്യാപ്റ്റനാക്കിയത്. രോഹിത് ശർമ്മയെ ക്യാപ്റ്റൻസിൽ നിന്ന് ഒഴിവാക്കിയത് നല്ലതാണോ? ഇതിനെപ്പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യൂ. ഇത്തരം ക്രിക്കറ്റ് ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.